കാറ്റാക്കോംബിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പോംപീസ് പില്ലർ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഒട്ടും വികസിതമല്ലാത്ത ഒരു ഗ്രാമപ്രദേശത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളും കടകളുമൊക്കെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതെങ്കിലും ഈ ഒരു റൂട്ടിൽ കൂടി ട്രാം സർവീസുമുണ്ട്. ഞങ്ങളീ പോകുന്ന റോഡിൽ ട്രാമുകൾക്ക് സഞ്ചരിക്കുവാനുള്ള ട്രാക്കുകൾ കൂടിയുണ്ട്. 1863 ആരംഭിച്ച ട്രാം സർവീസാണ് ഇവിടുത്തേത്. അതായത് ഏകദേശം 160 വർഷത്തിന് മുകളിൽ പഴക്കം ഇവിടുത്തെ ട്രാം സർവീസിനുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കാറ്റാക്കോംബിൽ നിന്നും പോംപീസ് പില്ലറിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. കാറ്റാക്കോംബിലെ പോലെ തന്നെ ഇവിടെയും 150 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചു. AD 298 കാലഘട്ടത്തിലാണ് ഈ ഒരു പോംപീസ് പില്ലർ സ്ഥാപിതമായത്. ആ കാലഘട്ടത്തിൽ അലക്സാണ്ട്രിയയിൽ നടന്ന ഒരു കലാപത്തിൽ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച സ്മാരക സ്തംഭമാണ് ഈ ഒരു പോംപീസ് പില്ലറായി പിന്നീട് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത മറ്റ് പ്രതിമകളുടെയും സ്തംഭങ്ങളുടെയും എല്ലാ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പോംപീസ് പില്ലർ കൂടാതെ ഇവിടെ ഭൂമിക്കടിയിലായിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അത് ആദ്യം തന്നെ കാണുവാനായി ഞങ്ങൾ തീരുമാനമെടുത്തു. ഇവിടെ വെട്ടം തീരെ കുറവായിരുന്നു. ഇതിൻ്റെ എൻഡിൽ വന്നു കഴിയുമ്പോൾ ഒരു കാളയുടെ പ്രതിമ കാണാം. ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി ചരിത്ര പ്രാധാന്യമുള്ള പോംപീസ് പില്ലറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു. ഈ ഒരു സ്തംഭം ഒറ്റ ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. പോംപീസ് പില്ലറിനടുത്തായിട്ട് 2 പ്രതിമകളുണ്ട്. പക്ഷേ ഇവ മെയിൻ്റനൻസ് വർക്കിനായിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ചൂട് അസഹനീയമായതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി തിരിച്ചു പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അലക്സാണ്ട്രിയയിലെ മറ്റ് വിശേഷങ്ങൾക്കായി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.